അസ്സലാമു അലൈക്കും. ഞാൻ സലീം കുടിഞ്ഞു. പ്രിയപ്പെട്ടുകാരെ, ഇന്നിങ്ങനെ വോയിസ് വരാൻ കാരണം 2 ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഒരു കേരളീയൻ എന്ന നിലക്ക്, അതിലുപരി എപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാറില്ല. കാരണം അവിടെ മരുന്നുണ്ടാവാറില്ല, വൃത്തി ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് വരാറില്ല. ഇന്നതല്ല അവസ്ഥ. ഇന്ന് മരുന്ന്, വൃത്തി, പരിചരണം എല്ലാം കൊണ്ടും ടോപ്പാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. നമ്മളൊക്കെ ആശ്രയമാണത്. അതിനെ തകർക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആർക്കോ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രയത്തെ തകർക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. പിന്നെ മക്കളൊക്കെ മുമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മടിക്കുന്ന ആൾക്കാരായിരുന്നു. ഇന്നതല്ല. ഇന്ന് അവരൊക്കെ അങ്ങോട്ടാ പോകാറ്. പിന്നെ മകളോട് ചോദിച്ചോട്ടെ, ന്യൂനേജ് അങ്ങോട്ടാ പോകാറില്ല അസുഖം പിടിച്ചാല്? എന്താ കാരണം? അവിടെ നല്ല ചികിത്സ കുറെ നേരം നോക്കും, പരിശോധിക്കും. മുമ്പെയാണ് പോയിരുന്ന? എന്താ കാരണം? അന്ന് അവിടെ വൃത്തിയില്ല, പിന്നെ കുറെ നേരം നിൽക്കേണ്ടി വരും. പിന്നെ ഡോക്ടർമാരൊന്നും അങ്ങനെ കുറെ നേരം നോക്കൂല. ഇതിപ്പോ എന്റെ മകള് പറഞ്ഞാണത്. എല്ലാവരും അവസ്ഥ തന്നെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഫസ്റ്റ് പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അത് സാഹചര്യമാണ്. അതിനെ തകർക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. അത് എന്ത് ഗൂഢലക്ഷ്യം അതിന് പിന്നിലുണ്ടെങ്കിലും ഇത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നുള്ളത്. അതിന് നമ്മൾ തകർക്കാനോ നമ്മൾ കൂട്ടുനിൽക്കാനോ അനുവദിക്കാനോ പാടില്ല.